ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള കുറച്ച് അപ്ഡേറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ന്യൂസുകൾ പറയാനുണ്ട്. പിന്നെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആദ്യം തന്നെ സന്തോഷം നൽകുന്ന ഒരു ന്യൂസ് പറയാം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിൽ ഇഞ്ചുറി പറ്റി ഇരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് സ്പാനിഷ് സ്ട്രൈക്കർ ഹീസസ് ഹിമിനസ് നെക്സ്റ്റ് മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ മാർക്കസ് മർഗുലോവ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചുറി മാറി നെക്സ്റ്റ് മത്സരം ഒഡീഷ എഫ് സിക്കെതിരെ നടക്കാൻ പോകുന്ന 13-ന് തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന മത്സരത്തിൽ ജീസസ് ജിമിനസ് അവൈലബിൾ ആവുന്നതാണ്. ഇതെങ്ങനെയാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ന്യൂസ് തന്നെയാണ്. ജീസസിൻ്റെ ഒരു കുറവ് ഈ കഴിഞ്ഞ 2 മത്സരങ്ങൾ നമുക്ക് തികച്ചും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ജീസസ് അവിടെ വേണം ആ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ എന്നാലേ ഗോളുകൾ വരികയുള്ളൂ, കൂടുതൽ ഗോളുകൾ. പിന്നെ അതുപോലെ മറ്റൊരാളുടെ തിരിച്ചുവരവ് കൂടി ഇപ്പോൾ മാർക്കസ് പറയുന്നുണ്ട്. അത് ഇഷാൻ പണ്ഡിറ്റയുടേതാണ്. അപ്പോൾ ഇഷാൻ പണ്ഡിറ്റ എന്തുകൊണ്ട് ഇത്രയും ഈ സീസണായിട്ട് ഒരു മത്സരം പോലും കളിച്ചിട്ടില്ല, എന്തുകൊണ്ട് ഇത്ര നാൾ പുറത്തിരിക്കുന്നു? അപ്പോൾ ഇഞ്ചുറി തന്നെയാണ്. അപ്പോൾ ഇഷാൻ പണ്ഡിറ്റ റിക്കവർ ആയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ എഫ് സി മത്സരമൊക്കെ ആയപ്പോൾ തിരിച്ചു വരേണ്ടതായിരുന്നു. എന്നാൽ വീണ്ടും പോയേക്കും താരത്തിന് വീണ്ടും ഇഞ്ചുറി പറ്റി. ഇപ്പോൾ എങ്ങനെയായാലും ഫീൽഡിലേക്ക് ഒരു 7-10 ദിവസത്തിനുള്ളിൽ പുള്ളി തിരിച്ചു വരും, സ്റ്റാർട്ട് ചെയ്യും, ടീമിന് വേണ്ടി കളിക്കും എന്നാണ് ഇപ്പോൾ മാർക്കസ് മെറുലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇഷാൻ പണ്ഡിറ്റയും തിരിച്ച് വരും. അപ്പോൾ ഇതും ഒരു സന്തോഷമുള്ള ന്യൂസാണ്. താരത്തിന് തിരിച്ചു വന്നാലും ചാൻസ് കിട്ടുമെന്ന് അറിയില്ല. ഇപ്പോൾ പെപ്ര അതുപോലെ ഹീസസ് സിമിനസ് ഉണ്ട്, ഒരു സ്ട്രൈക്കർ വെച്ചായും കളിക്കുക, പിന്നെ സബ്ബായിട്ട് പെപ്രൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ ഇഷാൻ പണ്ഡിറ്റിക്ക് എത്രമാത്രം ചാൻസ് കിട്ടുമെന്നൊന്നും അറിയില്ല. എങ്ങനെയായാലും അടുത്ത സീസണിൽ താരം ക്ലബ്ബ് കിട്ടുന്നതായിരിക്കും നമുക്കും ക്ലബിനും എല്ലാം നല്ലത്. അവർ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടീമിൽ നിന്ന് ഇപ്പോൾ ഓരോരുത്തർ കൊഴിഞ്ഞു പോക്ക് തുടങ്ങിയിട്ടുണ്ട്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ തുറന്നിട്ട് ഇപ്പോൾ 3 ട്രാൻസ്ഫേഴ്സൊക്കെ കാര്യങ്ങൾ നടന്നില്ല. ഇപ്പോൾ രാഹുൽ KP ഫൈനലി അങ്ങനെ കുറേ 5 വർഷത്തിന് ശേഷം ക്ലബ്ബ് വിട്ടു. ഒഡീഷ എഫ് സിയിൽ പെർമനൻറ്റ് ട്രാൻസ്ഫർ താരം ഒഡീഷ എഫ് സിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു ഗുഡ് ഫ്യൂച്ചർ തന്നെ താരത്തിനുണ്ടാവട്ടെ എന്ന് തന്നെ ആശംസിക്കാം. എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് സൗരവ് മണ്ഡൽ അതുപോലെ പ്രബീർ ദാസ് ആൻഡ് രാഹുൽ KP ഒക്കെ പോയി. ഇനി ഇതിന് പകരം ആരെ സൈൻ ചെയ്യും? നമ്മൾ ഇപ്പോൾ ജനുവരി തുറന്ന് എല്ലാ ക്ലബ്ബുകളും സൈനിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്കാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ളത്. എന്നിട്ട് കൂടി എന്തുകൊണ്ട് ഇപ്പോഴും സൈനിങ് ഇനി എന്നൊക്കെയാണ് ഈ ജനുവരി അവസാനിക്കുമ്പോഴേക്കും ഏകദേശം മത്സരങ്ങളൊക്കെ തീരും. പിന്നെ 5 മത്സരമൊക്കെ ഉള്ളത്. അപ്പോൾ അവിടേക്ക് പിന്നെ സൈൻ ചെയ്തിട്ട് വലിയ കാര്യമുണ്ട്. അപ്പോൾ സൈൻ ചെയ്യാൻ നേരത്തെ സൈൻ ചെയ്യുന്നതിലേ കാര്യമുള്ളൂ. എന്തുകൊണ്ട് ഇതുവരെയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്നൊരു സൈനിങ് വരാത്തതെന്നുള്ളത് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ജനുവരി പകുതിയാവും. എല്ലാ ക്ലബ്ബുകളും ഓരോ പ്രശ്നങ്ങളൊക്കെ നേരത്തെ കണ്ടറിഞ്ഞ് ജനുവരി ആകുമ്പോഴത്തേക്കും ഫുൾ സെറ്റായി കോൺട്രാക്റ്റൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും. ഇവിടെ ഇത് ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടും ഒരു തരത്തിലുള്ള നീക്കവും നടന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇപ്പോഴും. അല്ലെങ്കിൽ സൈനിങ് വരേണ്ടതാണ്. ഏതെങ്കിലും മാർക്കസ് ഇപ്പോൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ജനുവരിയിൽ അറൈവൽസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞുള്ളത്. എന്നാവും വരിക എന്നൊക്കെ അറിയില്ല, കണ്ടറിയാം. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളെ അഭിപ്രായം എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.